മഹാഭാരതം 14. പഞ്ചഭൂതങ്ങളുടെ കടമ. വ്യാസൻ പറഞ്ഞു, അർത്ഥവും ധർമ്മവും പരിശീലിച്ച ശേഷം വ്രതങ്ങൾ വഹിക്കാനും മോക്ഷത്തിന്റെ തത്വം സാക്ഷാത്കരിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ഒരു നല്ല ഗുരുവിന്റെ ഗുണങ്ങളുള്ള ഒരു ഗുരു ഇത് പഠിപ്പിക്കണം. ബോധം, അസ്തിത്വം, സമയം എന്നീ 5 ഘടകങ്ങൾ, അതായത് വായു, അഗ്നി, ജലം, ഭൂമി എന്നിവ 5 മൂലകങ്ങളുടെ ശരീരങ്ങളിലുണ്ട്. വായു സർവവ്യാപിയായ മൂലകമാണ്. സ്പർശനേന്ദ്രിയം ആ വായുവിന്റെ രൂപമാണ്. ഭൗതിക തത്വചിന്തയിലെ പണ്ഡിതൻ ശബ്ദം ഈ മൂലകത്തിന്റെ സവിശേഷതയാണെന്ന് മനസ്സിലാക്കണം. ചലനം വായുവിന്റെ കടമയാണ്. ശ്വസനവും നിശ്വാസവും അതിന്റെ രൂപങ്ങളാണ്. വേഗയുടെ ഇന്ദ്രിയമാണ് അതിന്റെ രൂപമാണ്. സ്പർശനമാണ് അതിന്റെ അർത്ഥം. കത്തിക്കൽ, പാകമാകൽ, പ്രകാശം എന്നിവയാണ് അഗ്നിയുടെ കടമകൾ. കാഴ്ചയുടെ ഇന്ദ്രിയമാണ് അതിന്റെ രൂപം. ചുവപ്പ്, വെള്ള, കറുപ്പ് എന്നിവയുടെ രൂപങ്ങളാണ് അതിന്റെ അർത്ഥം. പശ, മൃദുത്വം, എണ്ണമയം എന്നിവ ഈ സ്വഭാവമുള്ളവയാണ്. രക്തം, മജ്ജ, ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ എന്നിവ അതിന്റെ രൂപങ്ങളാണ്. രുചിയും ഗന്ധവും ഒരുമിച്ച് ഉള്ള നാവ് അതിന്റെ രൂപങ്ങളാണ്. ശരീരത്തിന്റെ കാഠിന്യമേറിയ ഭാഗം മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അസ്ഥികൾ, പല്ലുകൾ, നഖങ്ങൾ എന്നിവയെല്ലാം ഭൂമിയുടെ മൂലകങ്ങളാണ്. താടി, മീശ, ശരീരരോമം, തലയോട്ടി, ഞരമ്പുകൾ, ചർമ്മം എന്നിവയെല്ലാം ഭൂമിയുടെ രൂപങ്ങളാണ്. മൂക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഗന്ധമാണ്. അതിന്റെ ലക്ഷ്യം ഗന്ധമാണ്. ഇവയിൽ പിൻഭാഗത്തിന്റെയും സവിശേഷതകൾ മുകളിൽ സൂചിപ്പിച്ച മൂലകങ്ങളിലാണ്. മൂലകങ്ങളുടെ പ്രവർത്തനം ഈ 5 മൂലകങ്ങൾ മൂലമാണ്. മനസ്സ് 9ാമത്തേതാണ്, അറിവ് 10ാമത്തേതാണ്. അമർത്യമായ ആത്മാവ് 11ാമത്തേതാണ്. ബുദ്ധി കൃത്യമാണ്, മനസ്സ് മായയാണ്. ശരീരത്തിൽ നടക്കുന്ന പ്രവൃത്തി സങ്കല്പിക്കുന്നവനെ ജീവിതമണ്ഡലത്തെ അറിയുന്നവൻ എന്ന് വിളിക്കുന്നു. ഈ ലോകം മുഴുവൻ തന്റെ നിയന്ത്രണത്തിലാണെന്ന് കരുതുന്നവനെ മായയില്ല. പരബ്രഹ്മണ അനുദർശൻ. ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിൽ നിന്നും മുക്തമായ ശരീരത്തെ ജ്ഞാനികളുടെ പ്രവൃത്തികളിലൂടെ കണ്ടെത്തുന്നു. സൂര്യരശ്മികൾ എല്ലായിടത്തും ഒരുമിച്ച് സഞ്ചരിക്കുന്നതുപോലെ ശരീരത്തിൽ നിന്ന് മുക്തരായ മനുഷ്യരും ലോകങ്ങളിൽ സഞ്ചരിക്കുന്നു. സൂര്യരശ്മികൾ വിവിധ ജലാശയങ്ങളിൽ പ്രതിഫലനങ്ങളായി പ്രത്യക്ഷപ്പെടുന്നതുപോലെ ജ്ഞാനികൾ യഥാർത്ഥ മൃഗങ്ങളിൽ ജീവിതത്തിന്റെ പ്രതിഫലനം കാണുന്നു. ശരീരങ്ങളുമായി ബന്ധമില്ലാത്ത ആ സത്തകൾ, സ്വന്തം സത്തകളെ തിരിച്ചറിഞ്ഞവർ സ്വന്തം ഇന്ദ്രിയങ്ങളിലൂടെ അവയെ കണ്ടെത്തുന്നു. മനസ്സിൽ നിന്ന് ജനിച്ച, പ്രവൃത്തിയിൽ നിന്ന് ജനിച്ച, അഭിനിവേശത്തിൽ നിന്ന് ജനിച്ച, അതിന്റെ സ്വാഭാവിക സ്വഭാവം ഉപേക്ഷിച്ച ആത്മാവ് എല്ലായ്പ്പോഴും നന്മയുടെ ആത്മാവായ ആത്മാവിന്റെ നിയന്ത്രണത്തിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ ആത്മാവ്, മഹത്തായ സത്ത, അഹങ്കാരം. 5 ഘടകങ്ങൾ നിത്യമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അമർത്യമാണ്. 7 സൂക്ഷ്മ ഗുണങ്ങൾ ചേർന്നതാണ്. മനസ്സിനും ബുദ്ധിക്കും വിധേയനായ ഒരാൾ സ്വന്തം ശരീരത്തെയും മറ്റൊരാളുടെ ശരീരത്തെയും അറിയുകയും സ്വപ്നങ്ങളിൽ പോലും സന്തോഷവും ദുഃഖവും അനുഭവിക്കുകയും ചെയ്യുന്നു. അവിടെയും അവൻ ദുഃഖം അനുഭവിക്കുന്നു, അവിടെയും അവൻ ആനന്ദം അനുഭവിക്കുന്നു. അവിടെയും അവൻ കോപത്തിനും ലോഭത്തിനും വിധേയനാകുകയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും ചെയ്യുന്നു. അവിടെയും അവൻ വലിയ അർത്ഥങ്ങൾ നേടുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. അവിടെയും അവൻ സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് അവൻ കരുതുന്നു. വളരെ കഠിനമായ ഗർഭധാരണം അനുഭവിക്കുന്നുണ്ടെങ്കിലും അവൻ 10 മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ തുടരുന്നു. പക്ഷേ അവളുടെ ഭക്ഷണം പോലെ ദഹിക്കുന്നില്ല. ഈ ഏറ്റവും അത്ഭുതകരമായ ആത്മാവ് ഹൃദയത്തിലാണെങ്കിലും കാമത്തിന്റെ ഗുണങ്ങളാൽ മൂടപ്പെട്ട മൂഢന്മാർ അത് ശരീരത്തിൽ കാണുന്നില്ല. ആ ആത്മാവുമായി യോഗശാസ്ത്രത്തിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ശ്വസിക്കാതെ വജ്രങ്ങൾ പോലുള്ള അമൂർത്ത ജീവികളെ കാണാൻ ശ്രമിക്കുന്നു. 4ാമത്തെ ആശ്രമത്തിന് ശുപാർശ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും സമാധിയാണ് ഏറ്റവും മഹത്തരം. സമാധികളിൽ ചാണ്ഡില്യർ സമാധി എന്ന പേരിൽ ഒരു യോഗ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. 7 സൂക്ഷ്മ ഘടകങ്ങളെ മനസ്സും 5 ഘടകങ്ങളും മനസ്സിലാക്കുകയും 7 ഗുണങ്ങളുള്ള പരമാത്മാവിനെ സാക്ഷാത്കരിക്കുകയും ചെയ്ത ശേഷം അവൻ പരമബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നു. ശരീരമാണ് കാമവൃക്ഷത്തിന്റെ വാസസ്ഥലം. വ്യാസൻ പറഞ്ഞു, ഹൃദയത്തിൽ കാമം എന്നൊരു വിചിത്ര വൃക്ഷമുണ്ട്. അത് ആസക്തിയുടെ വിത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിന് കോപത്തിന്റെയും അഹങ്കാരത്തിന്റെയും വലിയ വേരുണ്ട്. ഇത് ചെയ്യാനുള്ള ആഗ്രഹം അതിനെ നനക്കുന്ന പാത്രമാണ്. അജ്ഞതയാണ് അതിന്റെ പാത്രം. നിസ്സംഗത അതിൽ ഒഴിച്ച വെള്ളമാണ്. അസൂയ അതിന്റെ മുളയാണ്. ഭൂതകാല പാപങ്ങൾ അതിന്റെ തീയാണ്. ദുഃഖമാണ് അതിന്റെ ശാഖയാണ്. ആസക്തിയും ഉത്കണ്ഠയും അതിന്റെ വെളുത്ത പൂക്കളാണ്. ഭയമാണ് അതിന്റെ മുള. അതിനെ ആകർഷിക്കുന്ന ആഗ്രഹങ്ങളുടെ വള്ളികൾ അതിനെ ചുറ്റിപ്പറ്റിയാണ്. അതിന്റെ ഫലങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അത്യാഗ്രഹിയായ മനുഷ്യൻ സുഗന്ധത്തിന്റെ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിതനായി
വലിയ ഫലങ്ങൾ നൽകുന്ന ആ വൃക്ഷത്തിന് ചുറ്റും മുറുകെ ഇരിക്കുന്നു. ആ ചങ്ങലകൾ തന്റെ പിടിയിൽ പിടിച്ച് ആ വൃക്ഷം മുറിക്കുന്നയാൾ 30 മരണങ്ങളുടെ 2 ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. എന്നാൽ കൃതജ്ഞതയില്ലാതെ അതിൽ ഇരിക്കുന്നവൻ അവനെ കൊല്ലുന്നു, വിഷം കലർന്ന ഗ്രന്ഥി രോഗിയെ കൊല്ലുന്നതുപോലെ. യോഗയുടെ സമർപ്പണത്തോടെ സമത്വത്തിന്റെ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് ജ്ഞാനിയായ മനുഷ്യൻ ആ വൃക്ഷത്തിന്റെ വേരുകൾ മുറിക്കുന്നു. ഈ വിധത്തിൽ കാമത്തെ നശിപ്പിക്കുന്ന രീതി മനസ്സിലാക്കുന്നവൻ, കാമത്തിന്റെ ശാസ്ത്രം അടിമത്തമാണെന്ന് മനസ്സിലാക്കുന്നവൻ എല്ലാ ദുഃഖങ്ങളെയും മറികടക്കുന്നു. ശരീരം ഒരു കൊട്ടാരമാണെന്നും ബുദ്ധി അതിന്റെ രാജ്ഞിയാണെന്നും ജ്ഞാനികൾ പറയുന്നു. മുത്തച്ഛന്റെ ശരീരത്തിലെ മനസ്സ് ആ രാജ്ഞിയുടെ മന്ത്രിയാണ്. ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. ഇന്ദ്രിയങ്ങൾ ഈ കൊട്ടാരത്തിലെ നിവാസികളാണ്, അവ ആ മന്ത്രിയുടെ ജോലി ചെയ്യുന്നു. തമസ്, രജസ് എന്നീ 2 ദോഷങ്ങളുണ്ട്. കൊട്ടാരത്തിന്റെ സംരക്ഷകരോടൊപ്പം ഇന്ദ്രിയങ്ങളും കൊട്ടാരത്തിന്റെ ഉടമയ്ക്കുവേണ്ടി പ്രവർത്തിക്കുന്നു. ആ 2 ദോഷങ്ങളും അതിനെ തന്ത്രപൂർവ്വം ഉപയോഗിക്കുന്നു, അതിനെ അഭയം പ്രാപിക്കുകയും അവിടെ വസിക്കുകയും ചെയ്യുന്നു. ബുദ്ധി മനസ്സുമായി തുല്യത നേടിയിരിക്കുന്നു, ആരും അതിനെ ബാധിക്കുന്നില്ല. നഗര പൗരന്മാരായ ഇന്ദ്രിയങ്ങളും മനസ്സിനോട് ചേർന്നിരിക്കുന്നു, അവ അസ്വസ്ഥരാണ്. അവ നൽകുന്ന അർത്ഥം ശരിയാണെന്ന് ബുദ്ധി തീരുമാനിക്കുന്നു, ഫലം അർത്ഥശൂന്യമാണ്. ബുദ്ധി എന്തുതന്നെയായാലും മനസ്സ് അതിൽ അഭയം പ്രാപിക്കുന്നു. ബുദ്ധിയിൽ നിന്ന് വേർപെട്ട മനസ്സ് വെറും മനസ്സാണ്. അതിനാൽ അന്യവൽക്കരിക്കപ്പെട്ട മനസ്സ് ആസക്തിക്ക് കീഴടങ്ങുന്നു. ആ മനസ്സ് ആസക്തിയെ സൗഹൃദത്തിലാക്കുകയും ഇന്ദ്രിയങ്ങളെയും വസ്തുക്കളെയും ആസക്തിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. പഞ്ചഭൂതങ്ങളായ മനസ്സിന്റെയും ബുദ്ധിയുടെയും സവിശേഷതകൾ. ഭീഷ്മർ പറഞ്ഞു, പിതാവേ, ദേവന്മാരുടെ വായകളിൽ നിന്ന് വന്ന ആത്മാക്കളുടെ കഥ ഞാൻ ഒരിക്കൽ കൂടി പറയാം, അത് സ്നേഹത്തോടെ കേൾക്കൂ. ജ്വലിക്കുന്ന അഗ്നി പോലെ പ്രകാശിക്കുന്ന വേദവ്യാസൻ തന്റെ പുത്രനോട് പറഞ്ഞത് ഞാൻ വീണ്ടും പറയാം. ഭൂമിക്ക് സ്ഥിരത, ഭാരം, കാഠിന്യം, വിത്ത് മുളക്കാനുള്ള ശക്തി, സുഗന്ധം, വിശാലത, ശക്തി, സഹവർത്തിത്വം, സ്ഥാപനം, നിലനിർത്താനുള്ള ശക്തി ഇവയാണ് ഗുണങ്ങൾ. അഗ്നിക്ക് തണുപ്പ്, രുചി, നനക്കാനുള്ള ശക്തി, വെള്ളം, എണ്ണമയമുള്ളത്, മൃദുവായത്. ഭൂമിയിൽ നിന്ന് വരുന്ന വസ്തുക്കളുടെ ഒഴുകുന്നതും പാകമാകുന്നതും ഇവയാണ് ഗുണങ്ങൾ. അഗ്നിക്ക് അനിവാര്യത, കത്തിക്കൽ, പാകമാകൽ, തിളക്കം, ദുർക്കം, ഈണം, ലാഘവം, മൂർച്ച, നിരന്തരം ഉയർന്നുവരുന്നത് ഇവയാണ് ഗുണങ്ങൾ. വായുവിന് ക്രമരഹിതമായ സ്പർശനം, യോനിസ്ഥാനം, സ്വാതന്ത്ര്യം, ശക്തി, വേഗത, മലം പുറന്തള്ളൽ പ്രവൃത്തി, ശക്തി, ജീവൻ, ഉത്പാദനം ഇവയാണ് ഗുണങ്ങൾ. ആകാശത്തിന് ശബ്ദം, വ്യാപനം, ദ്വാരം, ഒന്നിനെയും പിന്തുണയായി ആശ്രയിക്കാതിരിക്കുക, ഒന്നിനെയും ആശ്രയിക്കാതിരിക്കുക. ആശ്രയിക്കാതിരിക്കുക, ഉണ്ടാകാതിരിക്കുക, മാറാതിരിക്കുക, ഒരു തടസ്സവും തടസ്സപ്പെടാതിരിക്കുക, കേൾവിശക്തിയുടെ കാരണമായിരിക്കുക, മാറ്റങ്ങളുടെ സ്വഭാവം ഇവയാണ് ഗുണങ്ങൾ. അങ്ങനെ ഞാൻ 5 മൂലകങ്ങളുടെ 50 ഗുണങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഇനി മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ധൈര്യം, അനുസരണം, ഓർമ്മ, ഭ്രമം, ഭാവന, ക്ഷമ, നല്ല ഉദ്ദേശ്യം, ദുരുദ്ദേശ്യം, അനശ്വരത ഇവയാണ് 9 ഗുണങ്ങൾ. ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം സുഖദുഃഖങ്ങളിലേക്കുള്ള പ്രവണതകളുടെ നാശം, ഉറച്ച ദൃഢനിശ്ചയം, സമാധാനം, സംശയം, അറിവ് ഇവയും ഗുണങ്ങളാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, പിതാവേ, ബുദ്ധിക്ക് 5 ഗുണങ്ങൾ മാത്രമുള്ളതെങ്ങനെ? പഞ്ചേന്ദ്രിയങ്ങൾ എങ്ങനെയാണ് ഗുണങ്ങളായി മാറുന്നത്? ഈ സൂക്ഷ്മമായ അറിവുകളെല്ലാം എനിക്ക് പറയൂ. ഭീഷ്മർ മുമ്പ് പറഞ്ഞിരുന്നു, ബുദ്ധിയുടെ ഗുണങ്ങൾ എന്നത് പരാമർശിച്ച 5 ഘടകങ്ങൾ, ബുദ്ധിയുടെ 5 ഗുണങ്ങൾ, 5 മൂലകങ്ങളുടെ ഗുണങ്ങൾ എന്നിവയാണ്. അവയ്ക്ക് 50-60 ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങളെല്ലാം നേരിട്ടുള്ള ധാരണയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ തത്വചിന്തകർ അവ ശാശ്വതമാണെന്ന് പറയുന്നില്ല. എന്റെ മകനെ, മറ്റുള്ളവർ പറയുന്നതെന്തും സത്യമല്ല, അത് ഒരു മിഥ്യയാണ്. അതിനാൽ യഥാർത്ഥ തത്വം മനസ്സിലാക്കുക, മനസ്സിൽ ശാന്തനായിരിക്കുക. വ്യാസൻ ശുഗരന് ത്യാഗത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരു ഉപദേശം നൽകി. യുധിഷ്ഠിരൻ പറഞ്ഞു, പിതാവേ, വ്യാസന്റെ മകൻ ശുഗൻ എങ്ങനെയാണ് പണ്ട് സന്യാസിയായി മാറിയത്? എനിക്ക് ഇത് കേൾക്കണം. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വളരെ താൽപ്പര്യമുണ്ട്. ഹേ കൗരവരെ, ഈ തത്വങ്ങളെക്കുറിച്ചുള്ള അറിവ്, അവ്യക്തവും പ്രകടവുമായ സ്വഭാവം, ജനിക്കാത്ത ദൈവത്തിന്റെ പ്രവൃത്തി എന്നിവയെക്കുറിച്ച് എനിക്ക് പറയൂ. ഭീഷ്മർ പറഞ്ഞു, അല്ലയോ രാജാവേ, സ്വതവേ ഭക്തനും നിർഭയനുമായ നിങ്ങളുടെ മകൻ ശുഗനെ കണ്ടപ്പോൾ വ്യാസൻ അവനോട് പഠിക്കാൻ പറഞ്ഞു. ഇപ്രകാരം പഠിപ്പിച്ചു: മകനെ, ധർമ്മം പിന്തുടരുക, അതിശൈത്യത്തെയും ചൂടിനെയും കീഴടക്കുക, വിശപ്പ്, ദാഹം, ജീവശ്വാസം ഇവയാണ് നിങ്ങളുടെ ജീവനുള്ള ഇന്ദ്രിയങ്ങൾ.
സത്യം, നീതി, കോപത്തിന്റെ അഭാവം, അസൂയയുടെ അഭാവം, സംയമനം, തപസ്, അഹിംസ, കാരുണ്യം എന്നിവ നിയമങ്ങൾക്കനുസൃതമായി നിലനിർത്തുക. സത്യത്തോട് ചേർന്നു നിൽക്കുക. എല്ലാ ദുഷ്പ്രവൃത്തികളും ഉപേക്ഷിച്ച് ധർമ്മത്തിൽ ഏർപ്പെടുക. ദേവന്മാരെയും അതിഥികളെയും സേവിച്ച ശേഷം വിശ്രമത്തിൽ ഒരു ജീവിത തീർത്ഥാടനം നടത്തുക. ജീവിതം നുര പോലുള്ള ശരീരത്തിലെ പക്ഷിയെപ്പോലെയാണെങ്കിൽ, പ്രിയപ്പെട്ട ഒരാളുടെ വാസസ്ഥലം പോലും ശാശ്വതമാണെങ്കിൽ, കുഞ്ഞെ, നീ ഉറങ്ങുന്നില്ലേ? ഇതെങ്ങനെയാണ്? ശത്രുക്കൾ നിരന്തരം ഒത്തുകൂടുകയും നിങ്ങളുടെ ദ്വാരത്തിനായി നിരന്തരം തെരയുകയും ചെയ്യുന്നുവെങ്കിൽ, കുട്ടി, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലേ? ദിവസങ്ങൾ എണ്ണപ്പെടുമ്പോൾ ജീവിതം കുറയുന്നു, ജീവിതം എഴുതുന്നു, നിങ്ങൾ എഴുന്നേറ്റ് ഓടുന്നില്ലേ? ഇതെന്തുകൊണ്ട്? പൂർണ്ണ നിരീശ്വരവാദികൾ ഈ ലോകത്തിലെ സുഖങ്ങളിൽ മുഴുകി മാംസവും രക്തവും വർദ്ധിപ്പിക്കുന്നു. ഭാവിയിലെ ലൗകിക കാര്യങ്ങളെക്കുറിച്ച് അവർ ഗാഢനിദ്രയിലാണ്. ഭ്രമത്തോടൊപ്പം ധർമ്മത്തോട് അസൂയപ്പെടുന്നവരും അവരെ പിന്തുടരുകയും പുത്രന്റെ പാതയിൽ നടക്കുകയും ചെയ്യുന്നവർ കഷ്ടപ്പെടുന്നു. എന്നാൽ സംതൃപ്തരായിരിക്കുക, ഉപദേശങ്ങൾ പിന്തുടരുക, വലിയ ശക്തിയുള്ളവരെ സേവിക്കുക, ധർമ്മത്തിന്റെ പാതയിൽ നടക്കുന്ന മഹാത്മാക്കൾ. അവരോട് വിധിയെക്കുറിച്ച് ചോദിക്കുക, അവരുടെ ഉപദേശങ്ങൾ മനസ്സിലാക്കുക. ധർമ്മം കാണുന്നവർ, നല്ല ബുദ്ധിശക്തിയുള്ളവർ, അവിശ്വാസത്തിന്റെ പാതയിൽ അലയുന്ന മനസ്സിനെ നിയന്ത്രിക്കുക. ഇന്നത്തെ സുഖങ്ങളിൽ ഉറച്ച മനസ്സോടെ, പ്രകൃതി നാളെ അകലെയാണെന്ന് കരുതി, ഭയമില്ലാതെ എല്ലാം തിന്നുകൊണ്ട്, കർമ്മഭൂമിയുടെ തത്വം കണ്ടെത്താൻ കഴിയാതെ വിഡ്ഢിയാകുന്നു. ധർമ്മത്തിന്റെ ദൃഢതയിൽ അഭയം പ്രാപിച്ച് ഈ നിലയിലേക്ക് ഉയരുക. ഒരു പട്ടുനൂൽപ്പുഴുവിനെപ്പോലെ സ്വന്തം സ്ഥാനം തിരിച്ചറിയാതെ കാമത്തിന്റെ സുഗന്ധങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ധർമ്മ നിയമങ്ങൾ ലംഘിക്കുന്ന നിരീശ്വരവാദി കര തകർക്കുന്ന ശക്തമായ ഒരു പ്രവാഹം പോലെ, കുതിച്ചുയരുന്ന ഒരു അരുവിപോലെ അകന്നുപോകുന്നു, ഒട്ടും പിൻവാങ്ങാതെ. കാമം, ക്രോധം, മരണം, പഞ്ചേന്ദ്രിയങ്ങൾ, ജനനത്തിന്റെ കോട്ടകൾ എന്നിവയുടെ ജലാശയങ്ങളെ മറികടന്ന വിശ്വാസത്തിന്റെ തോണിയിൽ വിശ്വാസിയാകുക. ലോകം മുഴുവൻ മരണത്തിന്റെ പിടിയിൽ അകപ്പെട്ടതും വാർദ്ധക്യത്താൽ കഷ്ടപ്പെടുന്നതും എല്ലാ ജീവജാലങ്ങളും താഴെ വീഴുന്നതും കണ്ട് ധർമ്മത്തിന്റെ തോണിയിൽ നിന്ന് രക്ഷപ്പെടുക. നിങ്ങൾ നിൽക്കുമ്പോഴോ കിടക്കുമ്പോഴോ മരണം നിങ്ങളെ തേടി വരുന്നുവെന്ന് അറിയുമ്പോൾ, മരണം പെട്ടെന്ന് നിങ്ങളെ വിഴുങ്ങിയാൽ നിങ്ങൾക്ക് എങ്ങനെ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ കഴിയും? ആടിനെ ചുമക്കുന്ന ചെന്നായയെപ്പോലെ മരണം നിങ്ങളെ സുഖങ്ങളിൽ തൃപ്തനാകുന്നതുവരെ വലിച്ചിഴക്കും. ധർമ്മത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് വലുതാകുന്ന വിളക്കിൽ പിടിച്ചു നിൽക്കുക. കാരണം നിങ്ങൾ ഇരുട്ടിലേക്ക് പ്രവേശിക്കണം. ആത്മാവ് പല ശരീരങ്ങളിൽ പ്രവേശിക്കുന്നു. മനുഷ്യജന്മത്തിൽ അത് ബ്രഹ്മാവിന്റെ അവസ്ഥയെ പ്രാപിക്കുന്നു. മകനെ, അതിനെ സംരക്ഷിക്കാൻ ഈ ബ്രാഹ്മണ ശരീരം കാമം ആസ്വദിക്കാൻ ജനിച്ചതല്ല, ഇവിടെ തപസ്സു ചെയ്തുകൊണ്ട് മരണശേഷം അനുപമമായ ആനന്ദം അനുഭവിക്കാൻ ജനിച്ചിരിക്കുന്നു. നിരവധി തപസ്സുകളുടെ ഫലമായാണ് ബ്രഹ്മാവിന്റെ അവസ്ഥ കൈവരിക്കുന്നത്. അത് നേടുന്നയാൾ ഭൗതിക വസ്തുക്കളുമായി കളിക്കരുത്. പഠനം, തപസ്, ത്യാഗം എന്നിവയിൽ എപ്പോഴും വ്യാരുതനായ ഒരാൾ പുണ്യധർമ്മങ്ങളിൽ മോചനത്തിനായി പരിശ്രമിക്കണം. മനുഷ്യന്റെ ആയുസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ കുതിരയ്ക്ക് അതിന്റെ അവ്യക്ത സ്വഭാവം കാരണം കാലകഷ്ടതി എന്ന ശരീരമുണ്ട്, സൂക്ഷ്മ രൂപമുണ്ട്. ഇതിന് മേടും എന്ന ഒരു മേനിയുണ്ട്, അത് ഹ്രസ്വകാലമാണ്. ഋതുക്കൾ അതിന്റെ വായയാണ്. വെള്ളയും കറുപ്പും തുല്യ ശക്തിയുള്ള കണ്ണുകളാണ്. മാസങ്ങൾ അതിന്റെ അവയവങ്ങളാണ്. അത്തരമൊരു കുതിര വേഗതയിൽ ഓടുന്നു. ആരെയും ശ്രദ്ധിക്കാതെ അത് വീണ്ടും ഭയാനകമായ വേഗതയിൽ ഓടുന്നത് നിങ്ങൾ കണ്ടാൽ, നിങ്ങളുടെ കണ്ണുകൾ മറ്റൊരാൾ പറയുന്നത് പിന്തുടരുന്നില്ലെങ്കിൽ, സ്വർഗത്തിലേക്കുള്ള പാത മനസ്സിലാക്കി ധർമ്മത്തിൽ മനസ്സ് ഉറപ്പിക്കുക. ഇവിടെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരും അധാർമികമായ പെരുമാറ്റത്തിൽ ഏർപ്പെടുന്നവരും നിരന്തരം അശുഭകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരും വേദനാജനകമായ ശരീരമുള്ളവരും അന്യായമായ കാരണങ്ങളാൽ കഷ്ടപ്പെടുന്നവരുമാണ്. എപ്പോഴും ഭക്തനും നല്ലതും ചീത്തയുമായ തന്റെ പ്രജകളെ ശരിയായി കൈകാര്യം ചെയ്യുന്നവനുമായ ഒരു രാജാവ് സദ്വൃത്തങ്ങളുടെ ലോകങ്ങളിൽ പ്രവേശിക്കുന്നു. അവൻ തന്നെ പലതരം പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അയാൾക്ക് ശുദ്ധമായ സന്തോഷം അനുഭവപ്പെടുന്നു. ഗുരുക്കന്മാരുടെ വ്രതങ്ങൾ ലംഘിക്കുന്ന ഒരാൾ മരണശേഷം ഉഗ്രനായ നായ്ക്കൾ, ഇരുമ്പ് കൊക്കുകളുള്ള പക്ഷികൾ, ശക്തരായ കഴുകന്മാരുടെ കൂട്ടങ്ങൾ, രക്തം കുടിക്കുന്ന മൃഗങ്ങൾ എന്നിവയാൽ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുകയും അവന്റെ ശരീരം കീറിമുറിച്ചു തിന്നുകയും ചെയ്യുന്നു. ആത്മജ്ഞാനം നേടിയ ഒരാൾ നിർദ്ദേശിക്കുന്ന 10 മതനിയമങ്ങൾ ലംഘിക്കുകയും അസഹിഷ്ണുതയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ പൂർവികരുടെ ലോകമായ അസിഭദ്ര വനത്തിൽ പ്രവേശിക്കുകയും വലിയ ദുഃഖം അനുഭവിക്കുകയും ചെയ്യുന്നു. ശുഗരന് വ്യാസന്റെ ഉപദേശം 1. വ്യാസൻ തുടർന്നു പറഞ്ഞു, 10 പ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ട് തിടുക്കത്തിൽ പ്രവർത്തിക്കുന്നവൻ കത്തുന്ന വൈതരണി നദിയിൽ മുങ്ങിമരിക്കും. അസിഭദ്ര വനത്തിൽ അവന്റെ അവയവങ്ങൾ ഛേദിക്കപ്പെടും. പരശു വനത്തിൽ വളരെയധികം കഷ്ടപ്പെടും.
നീ വലിയ വാക്കുകൾ സംസാരിക്കുന്നു, പക്ഷേ നീ പരമാത്മാവിനെ കാണുന്നില്ല. അവസാനം മരണം വരുമെന്ന് നിങ്ങൾക്കറിയില്ല. നീ നിശ്ചലനായി ഇരിക്കുന്നില്ല. വലിയ ഭയം ഉദിച്ചിരിക്കുന്നു. വലിയ ശത്രു ഭയങ്കരനാണ്. സന്തോഷത്തിനായി പരിശ്രമിക്കുന്നു. മരണശേഷം യമരാജന്റെ കൽപ്പനപ്രകാരം നിന്നെ അവിടെ കൊണ്ടുപോകും. നീയും നിന്റെ ബന്ധുക്കളും ഉണ്ടാക്കുന്ന ദുഃഖം പരിഗണിക്കാതെ അവൻ നിന്റെ ജീവൻ എടുക്കും. അവനെ തടയാൻ ആരുമില്ല. കാലത്തിന്റെ മൂർത്തിഭാവമായ യമൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കാറ്റ് വീശുന്നതിനു മുമ്പ് ആദ്യം അത് നിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകും. അതിനാൽ സ്വർഗത്തിലേക്കുള്ള വഴിക്ക് ഒരുക്കങ്ങൾ നടത്തുക. നിന്റെ പിന്നിൽ വീശുന്ന അന്തയ്ക്ക എന്ന കൊടുങ്കാറ്റ് ഇപ്പോഴും തുടരുന്നു. വലിയ ഭയം വരുമ്പോൾ നീ സ്തംഭിച്ചുപോകും. നിന്റെ ചെവികൾ ബധിരമാകും. നീ ബധിരനാകും. നീ ഉത്കണ്ഠയോടെ നടക്കും. ആ സമയത്ത് തന്നെ എന്റെ കുഞ്ഞ്. നല്ല ശവക്കുഴി. നിങ്ങളുടെ സത്കർമ്മങ്ങളുടെ ഫലങ്ങൾ ആസ്വദിച്ചതിന് ശേഷം നിങ്ങൾ ദുഃഖിതരാകുന്നതിനു മുമ്പ് അറിവിന്റെ നിധി സൂക്ഷിക്കുക. വാർദ്ധക്യം നിങ്ങളുടെ ശരീരത്തെ മലിനമാക്കുന്നതിനു മുമ്പ്, അത് നിങ്ങളുടെ ശരീരത്തിന്റെ ശക്തി കവർന്നെടുക്കുന്നതിനു മുമ്പ്, അന്ത്യോക്യൻ രോഗങ്ങളുടെ സഹായത്തോടെ ശരീരത്തെ നശിപ്പിക്കുകയും ആത്മാവിന്റെ മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നതിനു മുമ്പ് വലിയ തപസ് ചെയ്യുക. എല്ലാ വശങ്ങളിൽ നിന്നും ഭയാനകമായ രോഗങ്ങൾ മനുഷ്യശരീരത്തിലേക്ക് പാഞ്ഞുകയറുമ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കുക. ഇരുട്ട് മാത്രം കാണുന്നതിനു മുമ്പ്, പർവ്വതശിഖരങ്ങളിൽ സ്വർണവൃക്ഷങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ്, എന്റെ മകനെ, നല്ല പ്രവൃത്തികൾ പരീക്ഷിക്കാൻ വേഗം വരൂ. നല്ലവരായി കാണപ്പെടുന്ന ദുഷ്ട കൂട്ടാളികളും ശത്രുക്കളും പ്രത്യക്ഷപ്പെടുകയും നിങ്ങളെ ശരിയായ പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നതിനു മുമ്പ്, രാജാക്കന്മാരോ കൊള്ളക്കാരോ ഭയപ്പെടാത്ത, മരിച്ചവർ ഉപേക്ഷിക്കാത്ത സമ്പത്ത് നേടുക. നിങ്ങളുടെ കർമ്മങ്ങൾ വഴി സമ്പാദിച്ച പണത്തിൽ നിന്ന് നിങ്ങൾക്ക് പങ്കുചേരാൻ കഴിയില്ല. ആ സന്തോഷത്തെ പ്രകാശിപ്പിക്കുന്ന എന്തും അവൻ ഉപയോഗിക്കും. എന്റെ മകനെ, സ്വർഗത്തിൽ ജീവിക്കാൻ ആവശ്യമായത്, ആ നാശമില്ലാത്ത ശാശ്വത സമ്പത്ത് നിങ്ങൾ നൽകണം. മഹാന്മാർക്ക് നിങ്ങൾ പാകം ചെയ്യുന്നത്, അത് പാകം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മരണം ആ നിമിഷം തന്നെ വന്നേക്കാം. ഇപ്പോൾ പാചകം ചെയ്യാൻ വേഗം വരൂ. അമ്മ, കുട്ടികൾ, ബന്ധുക്കൾ, പരിചയക്കാർ, പ്രിയപ്പെട്ടവർ അവരിൽ ആരും ചെയ്യില്ല. വേദനയോടെ തിരിച്ചുവരും. മകനെ, മുൻകാലങ്ങളിൽ ചെയ്ത നല്ല പ്രവൃത്തികൾ ഉപയോഗശൂന്യമാണ്. അവ സ്വർഗത്തിൽ പോകുന്ന വ്യക്തിയെ അനുഗമിക്കുന്നു. ശരീരം നശിക്കുമ്പോൾ സത്കർമ്മങ്ങളാൽ സമ്പാദിച്ച സ്വർണവും വെള്ളിയും ഉപയോഗശൂന്യമാകും. അടുത്ത ലോകത്ത് നിങ്ങൾ ചെയ്തതോ ചെയ്യാതെ ഉപേക്ഷിച്ചതോ ആയ കർമ്മങ്ങൾക്ക് നിങ്ങളല്ലാതെ മറ്റൊരു സാക്ഷിയുമില്ല. മനുഷ്യശരീരം ഉപേക്ഷിച്ച് ആ ലോകത്തേക്ക് പോകുന്നവന്റെ മനസ്സിന്റെ കണ്ണിന് ഇതെല്ലാം ദൃശ്യമാണ്. ഈ ലോകത്ത് അഗ്നി, സൂര്യൻ, വായു ഇവ മൂന്നും ശരീരത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ആത്മാവ് ചെയ്യുന്ന മതത്തെ അവർ തന്നെ കാണുന്നു, അതിന് സാക്ഷികളാണ്. രാവും പകലും എല്ലാം സ്പർശിച്ചുകൊണ്ട് അവർ എല്ലായിടത്തും സഞ്ചരിക്കുന്നു. ദൃശ്യവും മറഞ്ഞിരിക്കുന്നതുമായ വ്യാപാരങ്ങളിൽ വ്യാപാരം ചെയ്യുന്നു. അതിനാൽ നിങ്ങളുടെ മതത്തെ സംരക്ഷിക്കുക. അടുത്ത ലോകത്തിലേക്കുള്ള വഴിയിൽ ധാരാളം കള്ളന്മാരുണ്ട്. വികലമായ രൂപങ്ങളിലുള്ള കോപാകുലരായ ഈച്ചകൾ നിങ്ങളെ ആക്രമിക്കും. അവിടെ ഒരാൾ സ്വന്തം കർമ്മത്തെ മാത്രമേ സംരക്ഷിക്കേണ്ടതുള്ളൂ. അതിനാൽ നിങ്ങളുടെ സ്വന്തം കർമ്മത്തെ സംരക്ഷിക്കുക. അവിടെ ഒരാൾ സ്വന്തം കർമ്മം മറ്റൊരാളുമായി പങ്കിടുന്നില്ല. ഇവിടെ ഒരാൾ സ്വന്തം കർമ്മത്തിന്റെ ഫലം ആസ്വദിക്കണം. സാധാരണ ഭാര്യമാർ ഋഷിമാരോടൊപ്പം തപസ്സിന്റെ ഫലം ആസ്വദിക്കുന്നതുപോലെ ശുദ്ധാത്മാക്കളും വിമാനങ്ങളിൽ സഞ്ചരിക്കുകയും അവരുടെ കർമ്മത്തിന്റെ ഫലം ആസ്വദിക്കുകയും ചെയ്യുന്നു. ഹൃദയശുദ്ധിയും പാപമുക്തിയും ഉള്ളവർ ഈ ജീവിതത്തിൽ സത്കർമ്മങ്ങൾ ചെയ്യുകയും ശുദ്ധമായ ഗർഭപാത്രങ്ങളിൽ ജനിക്കുകയും ഫലം കൊയ്യുകയും ചെയ്യുന്നു. ഗൃഹസ്ഥരുടെ മാനം കാത്തുസൂക്ഷിച്ചുകൊണ്ട് അവർ പ്രജാപതിയുടെയോ ബൃഹസ്പതിയുടെയോ ഇന്ദ്രന്റെയോ വാസസ്ഥലം നേടുന്നു. 1000 തവണ, ഇനിയും നിരവധി തവണ ഞാൻ നിങ്ങൾക്കുവേണ്ടി ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ശുദ്ധീകരിക്കുന്ന മതം ആത്മാവിനെ അറിവും ഭക്തിയും കൊണ്ട് നിറഞ്ഞ് ശുദ്ധമായ ലോകത്തോടുള്ള ആസക്തിയിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് 24 വയസ്സായി. നിങ്ങളുടെ 25ാം വർഷം വന്നിരിക്കുന്നു. പ്രായം കടന്നുപോകുന്നു. ജാഗ്രത നഷ്ടപ്പെട്ട നിങ്ങളിൽ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾ ഒത്തുചേർന്ന് നിങ്ങളെ പിടികൂടാൻ നിൽക്കുന്നതിനാൽ ധർമ്മം അനുഷ്ഠിക്കുന്നതിൽ തിടുക്കം കാണിക്കരുത്. അപ്പോൾ നിങ്ങൾ സ്വയം പിന്നോട്ടു പോകും. നിങ്ങൾ സ്വയം മുന്നോട്ടു പോകും. അപ്പോൾ എന്റെ ജനങ്ങളെ, മറ്റുള്ളവരെ, ഒറ്റയ്ക്ക് പോകേണ്ട നിങ്ങൾക്ക് എന്ത് പ്രയോജനം? ഭയങ്ങൾക്കിടയിൽ ഒറ്റയ്ക്ക് പോകുന്ന ഒരാൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരേയൊരു കാര്യം ധർമ്മസിദ്ധി ശേഖരിക്കുക എന്നതാണ്. കാരണം കാലാവസാനത്തിനു മുമ്പ് അവൻ തന്റെ എല്ലാ ബന്ധുക്കളെയും കൊണ്ടുപോകും. അവനെ തടയാൻ ആരുമില്ല. നല്ല ധർമ്മസിദ്ധി ശേഖരിക്കുക. കുമാര, എന്റെ സ്വന്തം അനുഭവത്തിലൂടെയും അറിവിലൂടെയും ഞാൻ ഈ തത്വചിന്താപരമായ അറിവ് നിന്നോട് പറഞ്ഞിട്ടുണ്ട്.
അതനുസരിച്ച് അത് പരിശീലിക്കുക. സ്വന്തം പ്രവൃത്തികളിലൂടെയോ മറ്റൊരാൾക്ക് ദാനം ചെയ്യുന്നവനോ ബുദ്ധിക്ക് മായ ഉണ്ടാക്കാത്ത ഗുണങ്ങൾ അവനോടൊപ്പം വരുന്നു. വേദജ്ഞാനം നേടി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവനോട് ഞാൻ ഈ അറിവ് പറഞ്ഞിട്ടുണ്ട്. നന്ദിയുള്ളവർ മാത്രമേ ഉപദേശത്തിൽ വിജയിക്കൂ. മഹാഭാരതം 15 തുടർച്ച.